പ്രോട്ടീൻ പൗഡേഴ്സ്, ഹൈ പ്രോട്ടീൻ ഡയറ്റ്, ഇതുപോലെ പ്രോട്ടീൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡെയിലി ലൈഫിൽ തന്നെ ഒരുപാട് കേൾക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ നമുക്ക് ഡെയിലി കഴിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? കുറച്ച് സിംറ്റംസ് നോക്കുകയാണെങ്കിൽ എപ്പോഴും ഒരു ക്ഷീണം അനുഭവപ്പെടുക, മുടി കൊഴിച്ചിൽ കൂടുക, ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത് വന്നതിന് ശേഷം മസിൽ റിക്കവറി ഭയങ്കര സ്ലോ ആയിട്ട് പോവുക, പിന്നെ എപ്പോഴും വിശപ്പ് വരിക, ഇതേപോലെയുള്ള സിംറ്റംസ് ഒക്കെ കാണുമ്പോൾ പൊതുവെ ആരും പെട്ടെന്ന് ഇത് പ്രോട്ടീൻ ഡെഫിഷ്യൻസിയുടെ സിംറ്റം ആണെന്നുള്ളത് മനസ്സിലാക്കാറില്ല എന്നുള്ളത്. പലപ്പോഴും നമ്മൾ പ്രോട്ടീൻ കഴിക്കാത്തത് കൊണ്ടായിരിക്കില്ല, നമ്മുടെ ഡെയിലി നീഡ്സ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും ഇതുപോലെയുള്ള ഡെഫിഷ്യൻസി സിംറ്റംസ് കാണിക്കുന്നത്. നിങ്ങൾ ആക്റ്റീവായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നല്ലൊരു സപ്ലിമെന്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വേ പ്രോട്ടീൻ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. കറന്റ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് മസിൽ ബ്ലേസ് ബയോസൈ മൈസോസീറോ വേ പ്രോട്ടീൻ ആണ്. ഇത് 99% ലാക്ടോസ് ആൻഡ് ഫാറ്റ് ഫ്രീ ആണ്. 1 സ്കൂപ്പിൽ അറൌണ്ട് 27 ഗ്രാംസോളം പ്രോട്ടീൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് ലൈറ്റർ ആയതുകൊണ്ട് തന്നെ ഡൈജസ്റ്റ് ചെയ്യാനും ഈസി ആണെന്നുള്ളത്. എപ്പോഴും സപ്ലിമെന്റ്സ് നമുക്കൊരു സപ്പോർട്ടിങ് എലമെന്റ് മാത്രമാണ്. മെയിൻ പ്രയോറിറ്റി എപ്പോഴും നമ്മൾ ബാലൻസ്ഡ് മീലിന് തന്നെ കൊടുക്കണം. മാത്രമല്ല നല്ലൊരു പ്രോപ്പർ കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷം മാത്രമേ പ്രോട്ടീൻ പൗഡർ എന്ന് മാത്രമല്ല ഇതുപോലെയുള്ള ഏതൊരു സപ്ലിമെന്റിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ.